ഓക്കെ, കാണുന്നില്ലേടാ? നിങ്ങളുടെ സ്ക്രീൻ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വോയിസിൽ ആരും ഒന്ന് റിപ്ലൈ ചെയ്തേ. കാണുന്നുണ്ടല്ലോ? ഫസ്റ്റ് കാണുന്നില്ല? ഇല്ല. അല്ലേ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. Okay, sure. So we start then. The first topic is analysis of source program. ഇതാണ് നിങ്ങളുടെ ബേസിക് കൺസെപ്റ്റിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ്. അപ്പോൾ അനാലിസിസ് ഓഫ് സോഴ്സ് പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ഏതൊക്കെയാണ് ബേസിക് ഫേസസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ബേസിക് ഫേസസ് എന്ന് വെച്ചാൽ, program, the basic phases are like, basic processes like this, right? So you will write a high level language, and inside a high level language, what and all will be there in a high level language. Normally we will include any of the process like this, right? Hash include stdio.h, hash include std library.h, അല്ലെങ്കിൽ hash define some value pi is equal to 3.14. ഇങ്ങനെയുള്ള ചില പെർട്ടിക്കുലർ ഫയൽ ഇൻക്ലൂഷൻ കോഡ്സ് നിങ്ങൾ എഴുതുമല്ലോ, അതെപ്പോഴും നിങ്ങൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉണ്ടാവുമല്ലോ, അല്ലേ? സോ ഇൻസൈഡ് യുവർ ഹൈ ലെവൽ ലാംഗ്വേജ് യു വിൽ ബി ഡിഫൈനിങ് സംതിങ് ടു ഇൻക്ലൂഡ് സം പെർട്ടിക്കുലർ തിങ്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ ബാങ്കിങ് കേസ്, റൈറ്റ്? നിങ്ങളിപ്പോൾ ഒരു ബാങ്കിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ കോഡ് എഴുതുവാണെങ്കിൽ, ഇഫ് യു വോണ്ട് ടു കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഓരോ മാസം എത്ര പലിശ ഓരോരുത്തർ അടക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എത്ര ലോൺ റീപേ ചെയ്യണം എന്നുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ കേസിലാണെങ്കിൽ ഓരോ പെർസെൻറ്റേജിനും നിങ്ങൾക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റും ആണ് വേരിയിങ്ങും ആണ്. ഹൗ വി ക്യാൻ സേ ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്, ഇറ്റ് ഇസ് വേരിയിങ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പറയുകയാണ് ഹൗസിംഗ് ലോണിന് 5.6% ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ, that is a constant value, right? For every person who is taking the housing loan is having the interest rate 5.6%. Any vehicle loan ആണെങ്കിലോ, that may be something around 7.6, 7.8%. അപ്പോൾ ഇവിടെ ഇത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ബട്ട് ദിസ് ഈസ് വേരിയിങ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ്. സോ വി ക്യാൻ സീ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാം ആണെങ്കിൽ ഒരു കണ്ടെയ്ൻ സം 10,000 ലൈൻ ഓഫ് കോഡ്, if you want to change the interest rate everywhere, you cannot go and change this value. Instead of that, what you will do, you will define like this, right? Hash define rate is equal to some 5.65. ഇങ്ങനെ എഴുതും. എന്നിട്ട് whenever you need that value, you will call that particular value inside your program. And whenever you wanted to change this rate to some other rate, അപ്പോൾ ഹൗസിംഗ് ലോണിന്റെ റേറ്റ് നമ്മൾ കുറച്ചിട്ട് അതൊരു 4% ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? inside your program, going and changing each and every value will be a tedious task. So what you will do, you will change it in that include file. നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിലല്ലേ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഇൻക്ലൂഡ് ഫയലിനകത്ത് you will change that value to 4%. Then that will be reflected everywhere inside your program, right? അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈപ്പ് കോഡ്, ഇതിനെ നമ്മൾ എന്താ പറയാ, മാക്രോ എക്സ്പാൻഷൻ എന്നല്ലേ ഇതിനെ പറയാ. കേട്ടിട്ടുണ്ടോ? മാക്രോ എക്സ്പാൻഷൻ. ഹലോ പിള്ളേരെ, നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തേ, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തീരെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഞാൻ ഈ പറഞ്ഞത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണോ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ?
മിസ് ഓക്കെയാണ്. Okay. So you will write high level language program, and inside that high level language, whatever things you wanted to include, that will be included inside the file, right? അങ്ങനെയല്ലേ ചെയ്യാം. ഇവിടെ include ചെയ്യും. Include ചെയ്തതിനു ശേഷം preprocessor directory will convert that into pure high level language. ഈ pure high level language ഉം normal high level language തമ്മിലുള്ള difference എന്താ? Pure high level language will always contain include files. ആ ഇൻക്ലൂഡ് ഫയൽസിലുള്ള സാധനങ്ങളും കൂടെ കോപ്പി ചെയ്തിട്ട് വരുന്ന സാധനമാണ് പ്യുവർ ഹൈ ലെവൽ ലാംഗ്വേജ്, റൈറ്റ്? അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹൈ ലെവൽ ലാംഗ്വേജ് മീൻസ് ഇഫ് എ പ്രോഗ്രാം കണ്ടെയ്ൻ ഹാഷ് ഡിഫൈൻ ഓർ ഹാഷ് ഇൻക്ലൂഡ് ഡയറക്റ്റീവ് സച്ച് ആസ് hash include or hash define, it is called high level language, right? What a preprocessor will do, preprocessor remove all the hash include directives, include the files, and that process is known as file inclusion. Okay ano? And all the hash defined directive using macro expansion. അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ റേറ്റ് എവിടെയൊക്കെയാണ് ആവശ്യം അവിടെയൊക്കെ ആ റേറ്റിന്റെ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിനാണ് നമ്മൾ എന്താ പറയുക, മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയാം. ആഫ്റ്റർ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ, ദിസ് പ്യുവർ ഹൈ ലെവൽ ലാംഗ്വേജ് ഇസ് ഗിവൺ ആസ് എൻ ഇൻപുട്ട് ഫോർ കമ്പൈലർ. What a compiler will do, compiler will convert a high level language. Compiler എങ്ങനെ വർക്ക് ചെയ്യുക, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഇൻപുട്ട്, it is given for a compiler, it will do the compilation process for finding the compilation error, and it will return a low level language. See this, you are giving a high level language as an input. See, high level language as an input, and it is given for a compiler, it will check for the compilation error, and it is converted to a low level language. This is the process what is happening in the case of compilation. Okay, so this is about how a source program will work if we are given as an input for a compiler. And അടുത്ത സ്റ്റെപ്പ് എന്താ, അടുത്ത് എന്ത് ചെയ്യണം, you have to do the analysis of the source program by considering the phases of a compiler. Now we will see which are the main phases in a compiler. Okay, so അതായത് നമ്മളൊരു കമ്പൈലേഷൻ പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ there are two major phases of compilation. ഏതൊക്കെയാണ് ആ ടു phases എന്ന് പറയുന്നത്? We will call it as analysis phase and synthesis phase. എന്തൊക്കെയാണ്? Once again I'll repeat, for a compilation process there are different phases. The first phase is known as analysis phase and second phase is known as synthesis phase. അപ്പോൾ അനാലിസിസ് ഫേസിൽ എന്താ സംഭവിക്കുക, an intermediate representation is created from the source code. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന സോഴ്സ് കോഡിൽ നിന്ന് അതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, അനാലിസിസ് ഫേസ് എന്ന് പറയും. ഇനി സിന്തസൈസ് അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സാധനത്തെ നമ്മൾ തെറലി ചെക്ക് ചെയ്യുന്നതിന് അനാലിസിസ് എന്ന് പറയും. അപ്പോൾ അതാണ് അനാലിസിസ് ഫേസിൽ ചെയ്യുക. ഇനി സിന്തസിസ് ഫേസ് ആണെങ്കിലോ, equivalent target program is created from the intermediate representation, that is known as synthesis phase. എന്താണ് ഇക്വലന്റ് ടാർഗറ്റ് പ്രോഗ്രാം? നമുക്കിപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് കോഡ് കിട്ടി, ആ ഇന്റർമീഡിയറ്റ് കോഡ് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യണം, പിന്നെ ഫൈനൽ ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്യണം, റൈറ്റ്? ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സിന്തസിസ് ഫേസ്. That particular process is known as synthesis phase. Okay, so once again I'll repeat, for a compiler there are mainly two phases. One is analysis phase, second one is synthesis phase. What analysis phase will do, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊരു കമ്പൈലേഷൻ പ്രോസസ്സിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു സോഴ്സ് പ്രോഗ്രാം കൊടുത്തു, അതിനുശേഷം പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞ് അത് കമ്പൈലിംഗ് കഴിഞ്ഞു,
എന്ത് ജനറേറ്റ് ചെയ്യും? ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും ഇല്ലേ? അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് കോഡ് നമുക്ക് എന്ത് ചെയ്യണം? ഫൈനൽ ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ സിന്തസിസ് ഫേസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല, ഫേസസ് ഓഫ് കമ്പൈലറിൽ രണ്ട് ഫേസസ് ആണ്. ഇനി ഈ ഓരോ ഫേസിന്റെ അകത്തും വേറെ നാല് സ്റ്റെപ്സ് ഉണ്ട്, 4 ഫേസസ് വേറെ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു സോഴ്സ് കോഡ് കൊടുത്തു. സോഴ്സ് കോഡിന് ആദ്യത്തെ സ്റ്റെപ്പാണ് ലെക്സിക്കൽ അനലൈസർ. So the first phase in compilation is lexical analysis. Second one is syntax analysis, semantic analysis, intermediate code generation, code optimization, and code generation. And after code generation, it is producing final target code. Okay, അപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ? നമ്മളിപ്പോൾ ചെയ്തത് ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്നത് ആദ്യം പറഞ്ഞ ഡയഗ്രത്തിന്റെ കേസിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. ഏത് പെർട്ടിക്കുലർ ഫേസ്? ഇവിടെയുള്ള ഈ കമ്പൈലർ എന്ന് പറയുന്ന ഫേസ് ഉണ്ടോ? ഈ ഒരു ഫേസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്? അപ്പൊ ഈ കമ്പൈലറിൽ ഈ ഒരു സ്റ്റെപ്പിന് തന്നെ അഗെയിൻ 7 ഫേസസ് ആർ ദെയർ. ഏതൊക്കെയാണ് 7 ഫേസസ് എന്ന് പറയുന്നത്? ആദ്യം ഈ പ്യുവർ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻപുട്ട് കൊടുക്കുന്നതാണ് ആദ്യത്തെ ഫേസ്. അതാർക്കാ കൊടുക്കുക? അതാണ് ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. സോഴ്സ് കോഡ് ഇസ് ഗിവൺ ആസ് എൻ ഇൻപുട്ട്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് വൺ. സോ ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സെമാൻറ്റിക്, ആൻഡ് യു വിൽ പ്രൊഡ്യൂസ് ആൻ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ. അപ്പോൾ ഇത്രയും ഫേസിനാണ് നമ്മൾ എന്ത് പറയാ? ഇവിടെ നോക്കി നിങ്ങൾ അനലൈസർ എന്നല്ലേ? അപ്പോൾ ഈ മൂന്നൊന്നും അനലൈസർ ആയതുകൊണ്ട് ഈ ഫേസിനെ നമ്മൾ ഈ 3 ഫേസിനെയും കൂടെ ടുഗെദർ നമ്മൾ പറയും അനാലിസിസ് ഫേസ് എന്ന് പറയും. വാട്ട് ഈസ് അനാലിസിസ് ഫേസ്? Analysis phase is the first phase in that what will happen? Intermediate representation is created. Okay, ഇവിടെ 6 phases. ഇവിടെ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടത് അല്ലേ? ഈ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പേയുള്ള ആദ്യത്തെ 3 സ്റ്റെപ്പിനാണ് നമ്മൾ എന്ത് പറയാ? അനാലിസിസ് ഫേസ് എന്ന് പറയാം. വാട്ട് ഇൻ അനാലിസിസ് ഫേസ് will do? An intermediate representation is created from the source code. ഒരു സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അനാലിസിസ് ഫേസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷമുള്ള എന്ത് ഫേസാ? ആ ഫേസിന്റെ പേരെന്താ? സിന്തസൈസ് ചെയ്യുക. അതായത് സിന്തസിസ് എന്ന് വെച്ചാൽ എന്താ? ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കോഡ് ഒപ്റ്റിമൈസേഷൻ, കോഡ് ജനറേഷൻ, ടാർഗറ്റ് കോഡ് ജനറേഷൻ. അപ്പോൾ ഇത്രയും ഈ 3 ചേർന്നാണ് എന്ത്? സിന്തസിസ് ഫേസ് എന്ന് പറയുന്നത്. ഈ 3 കൂടിയാണ് നമ്മൾ ടുഗെദർ വി വിൽ കോൾ ഇറ്റ് ആസ് സിന്തസിസ് ഫേസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? For a compiler, mainly the main phases are this one. For a compiler, it is having an analysis phase and a synthesis phase. What an analysis phase will do? Analysis phase will generate an intermediate code will be produced after the analysis phase. So which are the main phases in analysis phase? Lexical analysis, syntax analysis, and semantics. അപ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ലെക്സിക്കൽ അനാലിസിസ്, പിന്നെ സിൻടാക്സും സെമാൻറ്റിക്കും. ഓക്കെ, ആ 3 ഫേസ് കഴിഞ്ഞു. അതിനുശേഷം എന്താ ഔട്ട്പുട്ട് കിട്ടുക? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്ലോ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അതായത് ഫസ്റ്റ് അനാലിസിസ് ഫേസ് ഈസ് ദെയർ. അതായത് യു ആർ ഗിവിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് ഫോർ എൻ അനാലിസിസ് ഫേസ്.
What an analysis phase will do, generate as an output. എന്തായിരിക്കും അനാലിസിസ് ഫേസിന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഇന്റർമീഡിയറ്റ് കോഡ് ആയിരിക്കും അല്ലേ? ഇന്റർമീഡിയറ്റ് കോഡ്. ആ ഇന്റർമീഡിയറ്റ് കോഡിന് ഞാൻ എന്ത് ചെയ്യും? സിന്തസിസ് അപ്ലൈ ചെയ്തിട്ട് യു വിൽ ജനറേറ്റ് എ ഫൈനൽ ടാർഗറ്റ് കോഡ്. ഈ സിന്തസിസ് ഫേസിൽ എന്തൊക്കെ ചെയ്യണം? കോഡ് ഒപ്റ്റിമൈസേഷനും ഫൈനൽ കോഡ് ജനറേഷനും. ഈ പറഞ്ഞത് മനസ്സിലായോ? ഈ പറഞ്ഞ എത്ര വരെ മനസ്സിലായോ? ജസ്ന, നേഹ, അനഘ? ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞേ, ഏതൊക്കെ സ്റ്റെപ്സ് ഒന്ന് പറഞ്ഞേ. ഇപ്പൊ തന്നെ പഠിച്ചു പോ. നമ്മളിപ്പോ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് സോഴ്സ് പ്രോഗ്രാമിന്റെ അനാലിസിസ് അല്ലേ? എന്താ സോഴ്സ് പ്രോഗ്രാമിന്റെ അനാലിസിസിൽ പഠിച്ചിട്ടുള്ളത്? ഹെഡിങ് എഴുതുക, അനാലിസിസ് ഓഫ് സോഴ്സ് പ്രോഗ്രാം. എഴുതിയോ? ഹലോ ഹലോ പിള്ളേരെ, ക്ലാസ് വെറുതെ കേട്ട് പോകാൻ പാടില്ല. ഞാൻ പറയുന്ന ടോപ്പിക്സ് എന്തായാലും നോട്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ? കമ്പൈലർ അന്നന്ന് പഠിച്ചു പോവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. കുറെ പ്രോബ്ലംസ് ഉണ്ട്, കുറച്ച് മാത്രമേ തിയറി ഉള്ളൂ. കുറച്ച് ഇതുപോലത്തെ ഫേസസ് മാത്രം പഠിക്കണം. ഈ ഫേസസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫേസസ് മനസ്സിലായാലും മാത്രമേ ബാക്കിയുള്ള അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ അനാലിസിസ് ഓഫ് സോഴ്സ് പ്രോഗ്രാം പഠിച്ചല്ലോ. അതിൽ എന്തൊക്കെയാ സ്റ്റെപ്സ് പഠിക്കാനുള്ളത്? ഏതൊക്കെയാന്ന് പറയാം നിങ്ങളൊന്ന്. നിങ്ങൾ തന്നെ പറ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് ഡൗട്ട്, നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്. സോഴ്സ് പ്രോഗ്രാം അനാലിസിസ് എന്ന് വെച്ചാൽ ഏതാ? എന്താ സോഴ്സ് പ്രോഗ്രാം അനാലിസിസിൽ ചെയ്യേണ്ടത്? നിങ്ങൾ കൊടുക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജസിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഒരു റീലൊക്കേറ്റബിൾ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് ഈ സോഴ്സ് പ്രോഗ്രാം അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഈ ഇതിലുള്ള ഫേസസ് എന്ന് പറയുന്നത്? HLL ആർക്കാ കൊടുക്കുക ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്? ആദ്യം ആരാ ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ പ്രോസസ് ചെയ്യുക? ഞാൻ നേരത്തെ ഡയഗ്രാം വരച്ച് കാണിച്ചു തന്നില്ലേ നിങ്ങക്ക്? പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സിന് കൊടുത്തു. ഓക്കെ. എന്നിട്ടോ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്താ ജനറേറ്റ് ചെയ്യുക? ഒരു പ്യുവർ HLL ജനറേറ്റ് ചെയ്യും അല്ലേ? ആ പ്യുവർ HLL എന്ന് പറയുന്ന ആരുടെ ഇൻപുട്ടാ? കമ്പൈലർ. ഓക്കെ, കമ്പൈലർ. ശരി. ഇനി കമ്പൈലർ എന്താ ജനറേറ്റ് ചെയ്യുക? അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യും. അത് ആർക്ക് കൊടുക്കും? ഒരു അസംബ്ലറിന് കൊടുക്കും. അസംബ്ലർ എടുത്തത് മെഷീൻ കോഡ്. മെഷീൻ കോഡ്. ഓക്കെ. മെഷീൻ കോഡ് ലോഡർ ആൻഡ് ലിങ്കറിന് കൊടുക്കും. അത് ലിങ്ക് ചെയ്തിട്ട് എക്സിക്യൂട്ടബിൾ കോഡ്. ഇത്രയാണ് നമ്മൾ പറയുന്ന സോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നതിലുള്ള സംഭവം. അപ്പോൾ ഇതിൽ ഓരോന്ന് എന്തൊക്കെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഹാഷ് ഡിഫൈൻ അല്ലെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുള്ളതാണ് നോർമൽ ഹൈ ലെവൽ ലാംഗ്വേജ്. അതിനൊക്കെ ഒഴിവാക്കിയിട്ട് പ്രീ പ്രോസസർ എന്ത് ചെയ്യും? ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് കോപ്പി ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ് പ്യുവർ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുക. ആ പ്യുവർ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ആരുടെ ഇൻപുട്ട്? കമ്പൈലറിന്റെ ഇൻപുട്ട്. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ അല്ലേ? രണ്ടാമത്താണ് കമ്പൈലർ വേഴ്സസ് ഇന്റർപ്രിറ്റർ. എന്തായിരുന്നു കമ്പൈലർ ഇന്റർപ്രിറ്റർ ചെയ്യുക? ആദ്യത്തെ കേസിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യും കമ്പൈലറിന്റെ കേസിൽ. ഇതിന്റെ കേസിലാണെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് കോഡ്. എത്ര ബ്ലോക്ക് ഡയഗ്രാം വരച്ച് തന്നിട്ടില്ലേ ഞാൻ? കമ്പൈലറിനെ ഇന്റർപ്രിറ്ററിനെയും കാണിച്ചിട്ടില്ലേ? ഇല്ലേ? ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറയാം. ഇനി വരക്കണമെങ്കിൽ അത് പറ. ഒന്നുകൂടെ ഓർമ്മയില്ലേ? ഓക്കെ. ഇപ്പൊ കമ്പൈലർ ആണെങ്കിൽ ആസ് എ ഹോൾ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇന്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ആണ് ചെയ്യുക.
ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ പോർഷൻസ് ഓക്കെ. ഇനി മൂന്നാമത്തെ ടോപ്പിക്. 2 ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുക, എക്സ്പ്ലെയിൻ ദ കമ്പൈലേഷൻ പ്രോസസ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇന്റർപ്രിറ്റർ എന്നൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ഫേസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഇനി പിന്നെ ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ പറയാനുണ്ട്. അതിൻ്റെ പേരാണ് ക്രോസ് കമ്പൈലർ. എന്താണ്? നോട്ട് ചെയ്തോളൂ. 3 നേരിട്ടിട്ട് ക്രോസ് കമ്പൈലർ. What you understood from the word cross compiling or cross compiler? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ വേർഡ് കേട്ടിട്ട്? ക്രോസ് കമ്പൈലർ എന്ന് കേൾക്കുന്ന സമയത്ത് എന്താ? ജസ്റ്റ് ഒരു ഐഡിയ മാത്രം പറഞ്ഞുതരാം ക്രോസ് കമ്പൈലറിന്റെ. എന്നുവെച്ചാൽ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറയാം. ഒരു ക്രോസ് കമ്പൈലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോർമലി എ കമ്പൈലർ. അപ്പോൾ കമ്പൈലർ എന്നുള്ള വേർഡ് കൊണ്ട് ഇറ്റ് ഇസ് എ കമ്പൈലർ. How it is differing from the normal compiler? It is capable of creating executable code for a platform other than the one which you are using normal compilation. അതായത് ഞാനിപ്പോൾ പറയാണ്, നിങ്ങളിപ്പോൾ ഒരു വിൻഡോസ് സി പ്ലാറ്റ്ഫോമിലുള്ള വിൻഡോസ് 7 PC, ഓക്കെ, ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വേറൊരു കമ്പൈലർ ആയിരിക്കുമല്ലോ. ഒരു കമ്പൈലർ ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാവുക, ഇല്ലേ? അടുത്ത വേറൊരു ഗാഡ്ജറ്റാണ് നിങ്ങളെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ക്രോസ് കമ്പൈലർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രോസ് കമ്പൈലർ നോർമലി എ കമ്പൈലർ വിൽ ബി ദാറ്റ് റൺ ഓൺ വിച്ച് സിസ്റ്റം? വിൻഡോസ് 7 PC, റൈറ്റ്? ബട്ട് ജനറേറ്റ് എ കോഡ് ദാറ്റ് ഇസ് റണ്ണിങ് ഓൺ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ. ഇങ്ങനെയുള്ള കമ്പൈലറിനാണ് നമ്മൾ എന്ത് പറയാ? ക്രോസ് കമ്പൈലർ എന്ന് പറയാം. അപ്പോൾ എന്താ ഈ ക്രോസ് കമ്പൈലർ എന്ന് വെച്ചാൽ, നമുക്ക് സാധാരണയായിട്ട് ഏത് പ്ലാറ്റ്ഫോം, നിങ്ങൾ ഏത് ഹാർഡ്വെയർ ആണോ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇന്റൽ ആണോ, അല്ലെങ്കിൽ AMD ആണോ, അല്ലെങ്കിൽ മോട്ടറോള ആണോ, ഇതൊക്കെ നമ്മൾ ഹാർഡ്വെയർ അല്ലേ ഇത്രയും സാധനങ്ങൾ. എങ്ങനെ ഒരു സിസ്റ്റം വരിക? ഇത്രയും ഹാർഡ്വെയറിന് മേലെയാണ് എന്ത് വരിക? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരിക. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് എഴുതുക? ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം അല്ലെങ്കിൽ കമ്പൈലേഷൻ പ്രോഗ്രാം വരിക. അപ്പോൾ നിങ്ങളുടെ ഒരു ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾ വിൻഡോസ് സിസ്റ്റവും ആൻഡ്രോയിഡ് സിസ്റ്റവും ഉണ്ട്. അപ്പോൾ വിൻഡോസ് സിസ്റ്റത്തിനും ആൻഡ്രോയിഡ് സിസ്റ്റത്തിനും സെപ്പറേറ്റ് കമ്പൈലേഴ്സ് അല്ലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ക്രോസ് കമ്പൈലർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എ ക്രോസ് കമ്പൈലർ ഇസ് എ കമ്പൈലർ വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് എക്സിക്യൂട്ടബിൾ കോഡ് ഫോർ എ പ്ലാറ്റ്ഫോം അതർ ദാൻ ദ വൺ വിച്ച് ദ കമ്പൈലർ ഈസ് റണ്ണിങ്. അതായത് വിൻഡോസ് 7 റൺ ചെയ്യുന്ന കമ്പൈലർ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എക്സിക്യൂട്ടബിൾ കോഡിനെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഒരു ക്രോസ് കമ്പൈലർ എന്ന് പറയും. മനസ്സിലായോ പറഞ്ഞത്? ഈ ക്രോസ് കമ്പൈലർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് 2 സിസ്റ്റം ഉണ്ട്. നിങ്ങളിപ്പം വിൻഡോസ് 7 ചെയ്യുന്ന പ്രോഗ്രാം വിൻഡോസ് 7 മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഡിവൈസിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അതിന് സെപ്പറേറ്റ് കമ്പൈലർ വേണം. അപ്പോൾ ഒരു ക്രോസ് കമ്പൈലർ എന്താ ചെയ്യുക? ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. വിൻഡോസ് PC എന്ന് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കോഡിനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നതാണ് ഒരു ക്രോസ് കമ്പൈലേഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ. അതായത് ഓരോ സിസ്റ്റത്തിനും ഓരോ ടൈപ്പ് കമ്പൈലറാണ്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കണ്ടേ? വേണ്ടേടാ?
അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കമ്പൈലറിനെയാണ് നമ്മൾ എന്ത് പറയുക, അങ്ങനെയുള്ള അങ്ങനെ വർക്ക് ചെയ്യുന്ന കമ്പൈലറാണ് ക്രോസ് കമ്പൈലർ. And second, I'll repeat. Cross compiler is actually it's like a compiler. But how it is differing from a normal compiler? It is having the capacity, or we can say it is capable of creating executable code for a platform other than the one which the compiler is running. അതായത് ഇവിടെ റൺ ചെയ്യുമ്പോൾ വിൻഡോസ് പി സിക്ക് കറസ്പോണ്ട്, ഇപ്പോൾ വിൻഡോസിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം ടർബോ സി എന്ന് പറയുന്നത് സിയിലെ കമ്പൈലർ ആണെന്ന് വിചാരിക്കാം. ഈ ടർബോ സി കമ്പൈലർ വെച്ച് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ പുതിയൊരു കമ്പൈലർ കൊണ്ടുവരുന്നു, ഒരു ന്യൂ കമ്പൈലർ, എ ന്യൂ കമ്പൈലർ which can produce executable code from a Windows PC and which will be able to generate a machine code in Android smartphone also. അങ്ങനെയുള്ളതിനാണ് ക്രോസ് കമ്പൈലർ എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ മിസ്. ശരി. അപ്പോൾ അതാണ്, അത് ഒരു സിമ്പിൾ ബേസിക് കൺസെപ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ക്രോസ് കമ്പൈലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓർത്ത് വെക്കുക. രണ്ട് സിസ്റ്റം ഉണ്ട്, രണ്ട് സിസ്റ്റത്തിനും സെപ്പറേറ്റ് കമ്പൈലേഴ്സ് ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് രണ്ടിനും കൂടെ ഒന്നിലേക്ക് ജനറേറ്റ് ചെയ്യാം. അത് ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ, വിൻഡോസ് പി സിന്ന് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിനെ രണ്ടിനെയും കൂടെ എന്താ പറയുക അഗ്രിഗേറ്റ് ചെയ്യുന്ന, അതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്പൈലർ വേണം. അങ്ങനെയുള്ള കമ്പൈലറാണ് എന്ത് ക്രോസ് കമ്പൈലർ എന്ന് പറയുക. ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വിൻഡോസ് 7 പി സിയിൽ യൂസ് ചെയ്യുന്ന കമ്പൈലർ can generate an executable code that can run in Android smartphone also. അപ്പോൾ അങ്ങനെയുള്ള കമ്പൈലേഴ്സിനാണ് ക്രൂസ് കമ്പൈലർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു, മൂന്നാമത്തെ പോയിന്റും കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്ക്, നാലാമത്തെ ടോപ്പിക്ക്. ഏതാണ് നാലാമത്തെ ടോപ്പിക്ക്? ഫേസസ് ഓഫ് എ കമ്പൈലർ. ഇത് എല്ലാവരും തറോ ആയിട്ട് പഠിച്ചിരിക്കണം. എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പൈലർ ഡിസൈൻ്റെ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇത് മൊത്തം ബേസ് ചെയ്തേക്കുന്ന ഫേസസ് ഓഫ് കമ്പൈലർ വെച്ചിട്ടാണ്. ഇതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഫേസസ് ഓഫ് കമ്പൈലർ പഠിക്കും. ഏതൊക്കെയാ മെയിൻ ഫേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേ, ഓർത്തോർത്ത് പറഞ്ഞേ. അനാലിസിസ് ഫേസും ഉണ്ട്, സിന്തസിസ് ഫേസും ഉണ്ട്. അതിന് മുമ്പേ നമുക്ക് ഓരോ സിംഗിൾ സ്റ്റെപ്പായിട്ട് വരാം. ആദ്യത്തെ ഫേസ് ലെക്സിക്കൽ അനാലിസിസ് അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ലെക്സിക്കൽ കഴിഞ്ഞു, സിൻടാക്സ് അനാലിസിസ് കഴിഞ്ഞു. ദെൻ തേർഡ് ഫേസ് ഈസ് സെമാൻറ്റിക് അനാലിസിസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം അനാലിസിസ് എന്ന് പറയുന്ന ടേമുള്ള കഴിഞ്ഞു. അപ്പോൾ ഈ മൂന്നെണ്ണം ഏത് ഫേസിൽ വരുന്നതാ? അനാലിസിസ് ഫേസിൽ വരുന്നതാണ് അല്ലേ. ഇനി എന്താ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ ജനറേറ്റ് ചെയ്യുക? ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. ഞാൻ അത് റെഡിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ നടുക്ക് വരുന്നതാ. ഈ മൂന്ന് ഫേസ് കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട്പുട്ടാണ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. റൈറ്റ്. ഇനിയോ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇന്റർമീഡിയറ്റ് കോഡായി, ഇനി നമുക്ക് ഫൈനൽ ടാർഗറ്റ് കോഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഫേസ് വേണം? കോഡ് ഒപ്റ്റിമൈസേഷൻ, പിന്നെ കോഡ് ജനറേറ്റർ, ഫൈനൽ കോഡ് ജനറേഷൻ അല്ലെങ്കിൽ കോഡ് ജനറേഷൻ സിമ്പിൾ. ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിന്റെ ഔട്ട്പുട്ട് പേര് നമുക്ക് ടാർഗറ്റ് കോഡ് അല്ലേ, അതായത് മെഷീൻ കോഡ്. അസംബ്ലി ലെവൽ ലാംഗ്വേജിലെ മെഷീൻ കോഡാണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് 6 ഫേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൽ ഈ 2 ഫേസസിന് നമ്മൾ എന്ത് പറയും? ഈ ഫേസിന്റെ പേരെന്താ? സിന്തസിസ് ഫേസ്. ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് ടോക്കൺസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസ് എന്ന് പറയുന്നത് ഇതിനെയാണ്. അപ്പൊ ഈ 6 ഫേസസ് ക്ലിയർ ആയോ എന്തൊക്കെയാണെന്നുള്ളതിൽ?
അനാലിസിസ്, ലെക്സിക്കൽ, സിൻടാക്സ്, സെമാൻറ്റിക്, ദെൻ ഇന്റർമീഡിയറ്റ് ജനറേഷൻ. പിന്നെ കോഡ് ഒപ്റ്റിമൈസേഷനും കോഡ് ജനറേഷനും. അനാലിസിസ് ഫേസും സിന്തസിസ് ഫേസും. ഓരോ ഫേസ് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട്, ആദ്യത്തെ അനാലിസിസ് ഫേസ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ, സെക്കൻഡ് ഫേസ് ആണെങ്കിൽ സിന്തസിസ് ഫേസ് ആണെങ്കിൽ ഫൈനൽ കോഡ് ജനറേഷൻ. ഓക്കെ ആയോ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? അഭിനവ്, അദ്വൈത്, ദിൽന, കാർത്തിക്, റീസ. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ എടുക്കുന്നില്ല. 14 ആയിട്ടുള്ളൂ അല്ലേ? ശരി. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഓരോ ഫേസിലും നടക്കുക എന്നുള്ളതാ. ആദ്യത്തെ ഫേസ് മാത്രം ഞാൻ ജസ്റ്റ് പറയാം. ആദ്യത്തെ ഫേസിന്റെ പേരെന്താ? ലെക്സിക്കൽ അനാലിസിസ് എന്നാണ് ആദ്യത്തെ ഫേസിന്റെ പേര്. ഈ ലെക്സിക്കൽ അനാലിസിസിന്റെ വേറൊരു പേരാണ് ലീനിയർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഫേസിൽ എന്താ സംഭവിക്കുന്നത് കറക്റ്റ് പഠിച്ചു വെക്കണം. ഇൻ എ കമ്പൈലർ, ലീനിയർ അനാലിസിസ് ഓർ ലെക്സിക്കൽ അനാലിസിസ് ഓർ വി വിൽ കോൾ ഇറ്റ് ആസ് സ്കാനിങ്. ഈ 3 പേരും ലെക്സിക്കൽ അനാലിസിസിന്റെ പേര്. ഇതൊക്കെ ലീനിയർ അനാലിസിസ്, ലെക്സിക്കൽ അനാലിസിസ് ഓർ സ്കാനിങ്. അപ്പോൾ what a lexical analyzer will do, lexical analysis phase read the characters in the source program and grouped into token. നിങ്ങൾക്കപ്പോൾ ഈ ക്യാരക്ടറും ടോക്കണും എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ക്യാരക്ടറും ടോക്കണും എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? TOC പഠിച്ചിട്ടില്ലേ? What is mean by a character and what is mean by a token? നിങ്ങൾ TOC ഫസ്റ്റ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ DFAയും NFAയും പഠിക്കുന്നില്ലേ? അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് മീനിങ് ഫുൾ ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു DFA വരക്കാം. എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടോ അത്? DFA ആൻഡ് NFA. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഇൻഡ് I എന്ന് പറഞ്ഞിട്ട് 10 എന്ന് കൊടുക്കുന്നു ഒരു പ്രോഗ്രാമിൽ. ഹലോ, ടൈം ആയാ? ഇൻഡ് I എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിൽ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ഇൻഡ് I is equal to 10 എന്നുള്ളതാണ് കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. അതിന് പകരം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണെന്ന് വെച്ചോ, ഇൻഡ് I 10. ഇത് തെറ്റായിരിക്കും. നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എൻ എറർ ഓവർ ഹിയർ. ദിസ് ഇസ് ദ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ. ഹൗ യു ആർ ഗെറ്റിംഗ് എൻ എറർ ഓവർ ഹിയർ? ഇത് കറക്റ്റ് അല്ല എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് കിട്ടുന്നത് അത് കറക്റ്റ് അല്ല എന്നുള്ളത്? അറിയാവോ നിങ്ങൾക്ക് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്? അല്ല, അറിയെങ്കിൽ അറിയാന്ന് പറയടാ. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആരെന്താ മിണ്ടാത്തെ? അറിയാന്നാണോ അറിയില്ലെന്നാണോ? അതിൽ ഓരോ ക്യാരക്ടർ എടുക്കുന്നതാ. ഒരു ക്യാരക്ടർ, അതായത് INTI വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു മീനിങ് ഫുൾ ടോക്കൺ അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ കോൺസ്റ്റന്റ് കീവേഡ് അവിടെ കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ ഇൻഡ് I എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാലോ, സ്പേസ് വൈറ്റ് സ്പേസ് ഇല്ലാണ്ട് നിങ്ങൾ ഒരുമിച്ച് ഇൻഡ് I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും അതൊരു മീനിങ് ഫുൾ കോൺസ്റ്റന്റ് അവിടെ കിട്ടില്ല. അത് നിങ്ങൾ ശരിക്കും DFAയിൽ എഴുതുക ചെയ്യുക. ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യും. നിങ്ങൾ DFA എങ്ങനെ വരക്കുക? ഇപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ, സെക്കൻഡ് ക്യാരക്ടർ, തേർഡ് ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് അതൊരു മീനിങ് ഫുൾ ടോക്കൺ ആണോ നോക്കും.
മീനിങ് ഫുൾ ടോക്കൺ അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടറിലേക്ക് പോകും. മീനിങ് ഫുൾ ക്യാരക്ടർ അല്ലെങ്കിൽ അപ്പോൾ ഇൻഡ് ഐ വരെ പോകുന്ന സമയത്ത് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്ത് ഇൻഡ് ഐ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് കിട്ടും. ഇൻഡ് ഐ എന്ന് പറയുന്ന ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ടോക്കൺ അല്ല, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കീവേഡ് അല്ല അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ യു വിൽ ഗെറ്റ് എൻ എറർ ഓവർ ഹിയർ. ഇനി ഇവിടെയാണെങ്കിലോ 3 ക്യാരക്ടർ റീഡ് ചെയ്ത് അടുത്തൊരു വൈറ്റ് സ്പേസ് ആണ്. അപ്പോൾ സോ ഇറ്റ് വിൽ ടേക്ക് ദിസ് ഐ എൻ ടി ആസ് എ സിംഗിൾ യൂണിറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് എ മീനിങ് ഫുൾ കോൺസ്റ്റന്റ് ഓവർ ദർ. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഇൻറ്റീജർ ഇൻഡ്. ഇൻറ്റീജറിന്റെ ഡെഫിനേഷൻ ഇൻഡ് ആണെന്നത് മനസ്സിലാക്കും. അതിനുശേഷം ഐ എന്ന് മാത്രം കൊടുത്താലോ അതൊരു ഐഡന്റിഫയർ ആണെന്നത് കൺസിഡർ ചെയ്യും. റൈറ്റ്? അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ DFA ആണ് യൂസ് ചെയ്യുക. ക്യാരക്ടേഴ്സിനെ നമുക്ക് ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോക്കൺസിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലെക്സിക്കൽ അനാലിസിസ് ഫേസിൽ ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.